നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഫീസൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് പുതിയ അവസരം ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ 309 ഒഴിവുണ്ട്. ഓരോരു കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഫുൾ ടൈം ആയിട്ടുള്ള റെഗുലർ ബാച്ചിലർ ഡിഗ്രി, 3 വർഷത്തെ ബാച്ചിലർ ഡിഗ്രി പറയുന്നുണ്ട്. ഇൻ സയൻസ് BSc ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടായിരിക്കണം. ആ ഒരു യോഗ്യത ഇല്ലാത്തവർക്ക് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ എനി ഡിസിപ്ലിനിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഫിസിക്സ് മാത്സ് ഒരു സെമസ്റ്ററിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ 10+2 10ലോ +2ലോ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച് പാസ്സായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിന് 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC STക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവും ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. ഇതിന് അപേക്ഷിക്കേണ്ട ഡേറ്റ് 25/4/2025 അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25/5/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 40,000 അടുത്ത് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. സോ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1000 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻക്ലൂഡ് GST കൂടിയായിട്ടാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപേക്ഷാ ഫീസ് കുറച്ച് കൂടുതലാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. സോ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട 02/2025 സീരിയൽ നമ്പറിൽ വന്നിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്, നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിൽ എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട.